ഹലോ. അപ്പം എന്ത് ചെയ്യുന്നു, രാവിലെ ഞാൻ ഈ ഒരുങ്ങി നിൽക്കുന്നത് ഞാനല്ല, ഞങ്ങളെല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് ഇന്ന് ഒരിടം വരെ പോകാം കേട്ടോ. വേറെ ഒന്നുമല്ല, ചക്കുളത്തായി പോവാണേ. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ അടുത്തുള്ള അമ്പലത്തിൽ ഒന്ന് പോയി തൊഴുതിട്ടൊക്കെ ഞങ്ങൾ ആ വഴിക്ക് കാണിക്കൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പം നമ്മുടെ അടുത്ത അമ്പലം അയ്മനത്തെ അമ്പലത്തിൽ പോയി അവിടെ പോയി കാണിക്കൊക്കെ ഇട്ടു. എന്നിട്ട് നമ്മളിപ്പോൾ ചക്കുളത്തുകാവിലെത്തി കേട്ടോ. ചക്കുളത്തുകാവിലെത്തി കഴിഞ്ഞപ്പോൾ അവിടെ കാണാൻ എന്ത് രസമാണെന്നറിയോ. നമ്മൾ കുറച്ച് ദൂരെയുള്ള അമ്പലത്തിലൊക്കെ പോകുമ്പോഴത്തേക്കിനും ഒരു പ്രത്യേക തരത്തിലുള്ള വൈബില്ലേ, ആ ഒരു ഫീലായിരുന്നു കേട്ടോ. എന്നാണേലും അടിപൊളിയായിരുന്നു. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിപ്പോൾ രണ്ടാമത്തെ വട്ടം കേട്ടോ പോകുന്നത്. ആദ്യത്തെ വട്ടം നമ്മൾ അച്ഛൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഒരു ടൂർ വൈബിലാണ് പോയത്. ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ നല്ല നമുക്ക് സ്വസ്ഥമായിട്ട് നമ്മൾ 4 പേരേ ഉള്ളൂ, വേറെ ആരുടെ ശല്യമില്ല, ഫുൾ ഫ്രീ ആയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ പറ്റി. എന്നിട്ട് ഞങ്ങളിത് തിരിച്ചു പോരുവാണേ. അപ്പോൾ ഞാനും മുത്തും മാറി മാറിയാണ് വീഡിയോ എടുക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോഴത്തേക്കിനും അച്ഛൻ സ്പീഡിൽ ഓടിപ്പോവുക വീഡിയോക്കാരൻ എസ്കേപ്പ് ആകാനുള്ള. നല്ല രസമായിരുന്നു കേട്ടോ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടുന്ന് ഞങ്ങൾ പിന്നെ മണ്ണാർശാല പോയപ്പോൾ വീഡിയോ ഒന്നും എടുക്കാനൊക്കെ പറ്റിയില്ല. അപ്പം ഇവിടെ പോയി അച്ഛയ്ക്ക് അമ്മയ്ക്കൊക്കെ നിൽക്കുന്ന ഫോട്ടോയൊക്കെ എടുത്ത് കൊടുത്ത് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് പ്രസാദമൊക്കെ മേടിച്ച് തിരിച്ചു വന്നു. എന്നാന്ന് അറിയത്തില്ല കേട്ടോ, കുറച്ച് ദൂരത്തുള്ള അമ്പലത്തിലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കിന് പായസമൊക്കെ മസ്റ്റാണ് ഞങ്ങൾക്ക്. പായസം ഒരുപാടൊക്കെ ചെയ്യിച്ച് പിന്നെ ഈ പായസം അതും മസ്റ്റാണ് കേട്ടോ. എന്നാണ് ചക്രത്താഴിലെ പ്രസാദം മേടിച്ച് ഞങ്ങളിതേ തിരിച്ചിറങ്ങി. ഇറങ്ങാൻ നേരത്താണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ ഞങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ടപ്പോഴത്തേക്കിനും ഒന്ന് ചിരിച്ചൊക്കെ കാണിച്ചു കേട്ടോ, കൊള്ളായിരുന്നു. പിന്നെ ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങുന്നത് നേരെ മണ്ണാർശാലയ്ക്കാണ്. അവിടുത്തെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ നേരെ വീട്ടിലേക്ക് മണ്ണാർശാലയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് അങ്ങനെ ഇറങ്ങുമായിരുന്നേ. കാരണത്തേത് ഞങ്ങൾക്ക് ഫുൾ ടൈം ചർച്ചയും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. പ്രാർത്ഥിക്കാൻ പറ്റി, തൊഴാൻ പറ്റി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അമ്മേനെ ട്രോളാനായിട്ടൊരു വകുപ്പും ഞങ്ങൾക്ക് കിട്ടി. പിന്നെ അത് തന്നെ പറഞ്ഞ് അമ്മേനെ കുറച്ച് ഞങ്ങൾ 3 പേരുടെ ഒന്ന് കളിയാക്കി ഒരു വഴിയാക്കി. പിന്നെ ഇത് കണ്ടോ, പോരുന്ന വഴിക്ക് ഹരിപ്പാട് ഞങ്ങൾ പോയ തൈപ്പൂയത്തിനായിരുന്നു കേട്ടോ. ഫുള്ള് കാവടിയൊക്കെ ആയിരുന്നു. അപ്പോൾ റോഡൊക്കെ ആണെങ്കിൽ ഫുൾ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇടവഴി കയറി പോയപ്പോഴത്തേക്കും ഇതുപോലത്തെ ഒരു വ്യൂ കണ്ടു കേട്ടോ. എന്നാ രസമായിരുന്നു. രാവിലെ ഇങ്ങനെ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ പാടശേഖരത്തിനൊക്കെ അവിടെ. എന്താണെങ്കിലും കൊള്ളായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ ശരവണാസിലാണ് പോയത്. പറയാതിരിക്കാൻ വയ്യ കേട്ടോ, അടിപൊളി സർവീസായിരുന്നു ഇവരുടെ. അത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നിടം തൊട്ട് നമ്മൾ ഫുഡ് കഴിച്ച് ബില്ല് ചെയ്യുന്നിടം വരെ അവർ നമുക്ക് എന്നൊരു സർവീസ് ഉണ്ടല്ലോ, അത് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. എന്നാണെങ്കിലും ഞങ്ങൾ ഓർഡർ ചെയ്തത് മസാല ദോശയായിരുന്നു. മസാല ദോശ വിത്ത് വട. ഞാനും മുത്തും അതാണ് കേട്ടോ കഴിച്ചത്. അമ്മയും അച്ഛയും പൂരി മസാല. പിന്നെ ആണെങ്കിൽ ചങ്ങനാശ്ശേരിയിലെ ശരവണാസിലായിരുന്നു കേട്ടോ കയറിയത്. പിന്നെ അവിടുന്ന് പോയി പറഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക്. വീട്ടിലോട്ട് വന്നു കേട്ടോ. വീട്ടിലോട്ട് വരുന്ന വഴിക്ക് നമ്മൾ ചിക്കൻ മേടിച്ചായിരുന്നു. അപ്പോൾ തലേന്ന് നമ്മൾ ഇറച്ചി മീനൊന്നും കൂട്ടാണ്ട് എല്ലാവരും നോയമ്പ് പോലെയൊക്കെ ആയിരുന്നു. എന്നിട്ട് നമ്മളിത് ചിക്കനൊക്കെ മേടിച്ച് നേരെ വീട്ടിലോട്ട് വന്നു. പിന്നെ കർണച്ചിന് പാഴ്സലും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കർണച്ചിക്ക് പിന്നെ അങ്ങനെ അധികം വെളിയിലേക്കോ ദൂരത്തേക്കോ ഒന്നും യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ ഒത്തിരി ആൾക്കാരെ ഒന്നും കാണാനൊന്നും പറ്റില്ല, അസുഖമൊക്കെ ഉള്ളതുകൊണ്ട് ആൾ ഞങ്ങളോട് വന്നില്ല. അപ്പോൾ കണ്ണച്ചിക്കുള്ള ഫുഡ് ഞങ്ങൾ മസാല ദോശ പാഴ്സൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ണച്ച അത് കഴിഞ്ഞ് ഇതേണ്ട അമ്മയുടെ കൂട്ടത്തിൽ വെളുത്തുള്ളിയൊക്കെ പൊളിച്ച് സഹായിക്കാൻ ഇരിക്കുക കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ഒരു കുഞ്ഞു ദിവസം. എന്നാണേലും അടിപൊളിയാക്കി. അപ്പോൾ അത്രേ ഉള്ളൂ.